മിൽമയിൽ പിൻവാതിൽ നിയമനത്തിന് നീക്കം. വിരമിച്ചവരെ പുനർനിയമിക്കാനാണ് തീരുമാനം. കൺസൾട്ടന്റ് തസ്തികയിൽ 2 പേരെ നിയമിക്കും. വിരമിച്ചവരെ പുനർനിയമിക്കുന്നത് സഹകരണ ചട്ടങ്ങളുടെ ലംഘനമാണ്. ഡയറക്ടർ ബോർഡ് യോഗത്തിലെ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി. പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. കൊച്ചിയിലാണ് യോഗം. മിൽമയുടെ പ്രവർത്തന പരിധിക്ക് പുറത്ത് യോഗം ചേരുന്നത് ഇതാദ്യമാണ്. ആർ റോഷിപാൽ ചേരുന്നുണ്ട്. ആർ റോഷിപാൽ, എന്തൊക്കെയോ മണക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? അരുൺകുമാർ, മിൽമ നമുക്കറിയാം നേരത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങളുണ്ട്, വലിയ പോരാട്ടം പ്രതിപക്ഷ ഭരണകക്ഷിയുമായി തമ്മിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം യൂണിയൻ. അതിനിടയിലാണ് തിരുവനന്തപുരം യൂണിയന് കീഴിൽ പുനർനിയമനം, വിരമിച്ചവർക്ക് പുനർനിയമനം നൽകാനുള്ള ഒരു നീക്കം നടക്കുന്നത്. സഹകരണ ചട്ടം അനുസരിച്ച് വിരമിച്ച ജീവനക്കാരെ പുനർനിയമിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ആ ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിയമനത്തിന് മിൽമ തിരുവനന്തപുരം മേഖല യൂണിയൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം യൂണിയന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നു. അത് കൊച്ചിയിലാണ് യോഗം ചേരുന്നത്. ഒരുപക്ഷെ മിൽമയുടെ ചരിത്രത്തിൽ, തിരുവനന്തപുരം യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിധിക്ക് പുറത്ത് യോഗം ചേരുന്നത്. 4 ജില്ലകൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം യൂണിയൻ. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ. അതിന് പുറത്ത് എറണാകുളത്ത് യോഗം വെച്ചിരിക്കുന്നത് തന്നെ പ്രതിഷേധം ഭയന്നാണെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും 2 പേരെയാണ് ഇപ്പോൾ വിരമിച്ച 2 ഉദ്യോഗസ്ഥന്മാരെയാണ് പുനർനിയമിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിചയസമ്പന്നരായതുകൊണ്ട് അവരെ നമ്മൾ നിയമിക്കണം. കാരണം പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് പുതിയ തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ല, ആളെ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് 2 വർഷത്തേക്ക് പുനർനിയമിക്കണം എന്ന ഒരു തീരുമാനം, അതാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ അജണ്ട ഇന്ന് ചർച്ച ചെയ്യും. ഇന്ന് പാസ്സാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഏറെ താമസിയാതെ തന്നെ 2 വിരമിച്ച ഉദ്യോഗസ്ഥർ ചട്ടം ലംഘിച്ചുകൊണ്ട് മിൽമയുടെ ജീവനക്കാരായി മാറും. 3 പേരെയെങ്കിലും വിരമിച്ച ഉദ്യോഗസ്ഥന്മാരെ, പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരെ മിൽമയ്ക്ക് അടിയന്തരമായി വേണം എന്ന് ഈ അജണ്ടയിൽ തന്നെ പറയുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം വന്നു കഴിഞ്ഞാൽ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്നാണ് പ്രതിപക്ഷ യൂണിയന്റെ നേതാക്കൾ പറയുന്നത്. ഓക്കെ, ധാരാളം ചെറുപ്പക്കാർ തൊഴിലില്ലാതിരിക്കുമ്പോഴാണ് റിട്ടയർ ചെയ്തവരെ പുനർനിയമിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്, അതും സഹകരണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എന്നാണ് റോഷിപാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വാർത്ത.